അതെ, എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഈ പരിപാടി? പരിപാടിയാ? എന്ത് പരിപാടി? ഒളിച്ചു വെക്കല്. ഒളിച്ചു വെക്കില്ല. ഇവിടെ ആരാ വന്നത് ഞാനില്ലാത്തപ്പോ? ഇവിടെ ആര് വരാൻ? ഇടി സരോജം, നീ അവിടെ എവിടെയുള്ളവർ പറഞ്ഞു കേട്ട് എന്നെ സംശയിക്കരുത്. നീ ഇല്ലാത്തപ്പോ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടില്ല. കരിക്കോത്തിയമ്മയാണ് സത്യം. പെണ്ണല്ല, ആണ്. ഒരു ചെറുപ്പക്കാരൻ. ഓ, ആശ്വാസമായി. അതിനിപ്പോ നീ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. സുഖമില്ലാത്ത ഒരാളാവുമ്പോ കാണാൻ ചില ദോസ്തുമാരൊക്കെ വന്നെന്നിരിക്കും, പ്രത്യേകിച്ച് കൂട്ടുകാര്. അതോരോന്നും ഭാര്യമാരോട് എണ്ണി പറയണമെന്ന് ഈ നാട്ടിൽ നിയമമൊന്നുമില്ല. നീ നിന്റെ പണി നോക്കാൻ നോക്ക്. അല്ല പിന്നെ മാറ് പറയ മാറ്. ചേടാ, ഇതിപ്പാര എനിക്കറിയാതെ ഇങ്ങേരുടെ ചെറുപ്പക്കാരൻ ദോസ്ത്. നേരത്തെ രണ്ടാളും കൂടെ എന്തോ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നല്ലോ. പലതും നടക്കും ഇവിടെ. നടക്കും ദോസ്ത്, നടത്തും ഞാൻ. എന്റെ ഈശ്വര, നമ്മുടെ നന്ദൻ തിരിച്ചു വന്നോ? അങ്ങനെയാണെങ്കിൽ ശ്രീയുടെ കല്യാണം ഉടനെ നടത്താലോ. രഘുവർമ്മൻ സാറിൽ നിന്ന് ശ്രീയുടെ മനസ്സ് മാറ്റാൻ പറ്റിയ ആളാ നന്ദൻ. അയ്യോടാ, പക്ഷെ നന്ദൻ എന്ന പേരിൽ സായില്ലല്ലോ. അപ്പൊ പിന്നെ പുതിയ ദോസ്ത് ആരായിരിക്കും? എന്റെ കരിക്കോത്തിയമ്മേ, സായിൽ തുടങ്ങുന്ന ഏതെങ്കിലും പയ്യൻ ദോസ്തായിരുന്നെങ്കിൽ എന്റെ ശ്രീ രക്ഷപ്പെടുമായിരുന്നു. ചാരിറ്റിക്ക് ക്യാഷ് നൽകുന്നവർ തീർച്ചയായിട്ടും റെസിപ്റ്റ് വാങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. ടാക്സ് ഡിഡക്ഷൻ അത് യൂസ്ഫുൾ ആണ്. അറ്റ്ലീസ്റ്റ് അക്നോളജ്മെന്റ് എങ്കിലും ചോദിക്കും. ഇതൊന്നും നോക്കാതെ ഇത്രയും വലിയൊരു തുക ഡൊണേറ്റ് ചെയ്തത് ആരായിരിക്കും? ആരായിരിക്കും ഈ ശ്രീലക്ഷ്മി? ഹലോ സർ, നിർമ്മലയാണ്. അക്കൗണ്ട് ഹോൾഡറുടെ പേര് ശ്രീലക്ഷ്മി എന്നാണെങ്കിലും മിസ്റ്റർ സച്ചിദാനന്ദന്റെ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് ട്രാൻസ്ഫർ ആയത്. വാട്സാപ്പിൽ അയാളുടെ ഡീറ്റെയിൽസ് ഒന്നായി എനിക്കൊന്ന് സംസാരിക്കണമല്ലോ. ഓക്കെ സർ, ഡൺ. താങ്ക് യു. ശ്രീലക്ഷ്മി, കാപ്പി കിട്ടിയില്ല. ദാ വരുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. ഐ എം രവിചന്ദ്ര വർമ്മ സ്പീക്കിംഗ് ഫ്രം ഗായത്രി ഫൗണ്ടേഷൻ. ഇത് മിസ്റ്റർ സച്ചി അല്ലേ? വാവ്, സത്യമായിട്ടും രവിചന്ദ്ര വർമ്മൻ സാറാണോ ഇത്? യെസ്, ഞാൻ തന്നെയാണിത്. ഡു യു നോ മീ പേഴ്സണലി? ഇല്ല സർ, പക്ഷെ സാറിനെ പോലൊരു ബിസിനസ് ടൈക്കൂണിന്റെ ഫാൻസാണ് ഞങ്ങളെല്ലാം. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ വിളിക്കുന്നു. താങ്ക്സ് സർ, താങ്ക്സ് ലോട്ട്. ഞാനും മിസ്റ്റർ സച്ചിദാനന്ദന് താങ്ക്സ് പറയാനാണ് വിളിച്ചത്. ദ മോർ യു ഗീവ് ദ മോർ യു ഗെറ്റ് എന്നാണല്ലോ പറച്ചിൽ. നമ്മുടെ ട്രസ്റ്റിലേക്ക് ക്യാഷ് സംഭാവന ചെയ്തതിന് നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം സർ. സാറിനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. എനിക്കും വളരെ സന്തോഷം. പറ്റുകയാണെങ്കിൽ നമുക്ക് നേരിട്ടൊന്ന് കാണാം. ഷുവർ സർ, ജസ്റ്റ് കോൾ മീ ആൻഡ് ഐ എം ദെയർ. സാർ വിളിച്ചാൽ മതി. ഓക്കെ, ഞാൻ നോക്കട്ടെ, വിളിക്കാം. ശരി സർ. അല്ല, അച്ഛനെന്താ സ്ലോ ആയിട്ട് നടക്കുന്നേ? എന്താ അച്ഛന് സുഖമില്ലേ?
ആ ചെറിയൊരു പിടുത്തം ഗ്യാസിന്റെ തോന്നുന്നു. സാരമില്ല, അല്പം നടക്കുമ്പോ മാറും. വയസ്സായി വരികയല്ലേ. വാ നടക്ക്. അല്ലച്ചാ, നമ്മുടെ വീട്ടിൽ ആരോ ഒരു പുതിയ ആള് വന്നത്. കോളനി മുഴുവൻ ആ ആളെ കുറിച്ചാണല്ലോ സംസാരം. അതൊരു സ്പെഷ്യൽ കസ്റ്റമറാ മോളെ. നല്ലൊരാളാ. അയാള് ചെറിയൊരു എമൗണ്ട് ബാക്കി തരാനുണ്ടായിരുന്നു. അത് വീട്ടിൽ കൊണ്ടു തന്നിട്ട് പോയി. അത്രേ ഉള്ളൂ. ബാക്കിയോ? അതിനെന്തിനു വീട്ടില് വരണം? കടയിൽ കൊണ്ടുവന്ന് തരായിരുന്നല്ലോ. അതിനാ പറഞ്ഞ മോളെ അച്ഛൻ സ്പെഷ്യൽ കസ്റ്റമറാണെന്ന്. മനസ്സ് നല്ലവനാ, അതാ വീട്ടിൽ കൊണ്ടു തന്നത്. വാ. അല്ല, എന്താ അച്ഛനും മോളും ഒരുമിച്ച്? അങ്കിള് മോൾക്ക് സെക്യൂരിറ്റി പോവാണെന്ന് തോന്നുന്നല്ലോ. എന്റെ മോൾക്ക് ഒരു സെക്യൂരിറ്റി വേണ്ട കൃഷ്ണേ. ഇവൾ എന്റെ മോളാ. ആരുടെയെങ്കിലും മുഖത്ത് നോക്കണമെങ്കിൽ പോലും ആദ്യം അവൾ എന്നോട് ചോദിക്കും. പിന്നെ എന്താന്ന് വെച്ചാ, ഈ കോളനിക്കാര് മുഴുവൻ സുദർശന്റെയും സരോജത്തിന്റെയും വീട്ടിലേക്ക് സ്വന്തം ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നു. കഷ്ടം തന്നെ, അല്ലാതെ എന്തു പറയാനാ. അല്ലച്ചാ, ഇവിടെയുള്ളവര് മുഴുവൻ ശ്രദ്ധിക്കണമെങ്കിൽ വന്നാൾ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിരിക്കണമല്ലോ. എല്ലാവരും അയാളെ കുറിച്ചായിരുന്നു ചർച്ച മുഴുവൻ. അത് ശരിയാ മോളെ. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ഉറപ്പാ. ഞാനേതായാലും ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അന്ന് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം. വാ, പോട്ടെ. പോട്ടെടാ. ബൈ. ബൈ. അങ്കിൾ ആരെക്കുറിച്ചും ഇത്രയ്ക്കങ്ങ് സംസാരിക്കാറില്ലല്ലോ. ഇതാരായിരിക്കും ഈ പുതിയ സുന്ദരക്കുട്ടൻ? രഘുവിടെ വന്നില്ലേ? പല പ്രാവശ്യം വിളിച്ചത് വരുന്നില്ല, വിശക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. രാത്രിയിലെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. അവൻ ഉറങ്ങിയിട്ടില്ല. തലച്ചോറിന് റെസ്റ്റ് കൊടുത്താലേ ശരീരം നോർമലാവും. എന്നാലേ വിശപ്പും ദാഹമൊക്കെ തോന്നും. ബാലമ്മ, നമുക്ക് നല്ലൊരു ജോത്സ്യനെ വരുത്തി ഒന്ന് പ്രശ്നം വെപ്പിക്കണം. ആരുണ്ട് ഇവിടെ അടുത്തൊന്ന് കാണാൻ? അതിപ്പോ തിരുമുൽപ്പാടിനെ വിളിപ്പിക്കാം. പണ്ടേ പരിചയക്കാരനാണല്ലോ. പ്രശ്നം കണ്ടുപിടിക്കാനും പരിഹാരം പറയാനും കേമന. എന്നാ പിന്നെ വിളിച്ചോളൂ. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റാന്ന് ചോദിച്ചു പറഞ്ഞാ മതി. ശരി. ഇത്ര ധൃതിയിൽ ഇങ്ങോട്ടേക്ക് മാറിയത് അബദ്ധമായോ എന്നൊരു തോന്നൽ. അമ്മേ, ഭയമാണോ ഇവിടെ വന്നപ്പോ? അതല്ല രവി, രഘു ഇന്നലെ എന്തോ കണ്ടു പേടിച്ചില്ലേ? അതൊരു നല്ല ലക്ഷണമല്ല. ഒന്ന് ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുന്നത് നല്ലതാ. അങ്ങനൊന്നും ഇല്ലമ്മേ. എന്താ അങ്കിൾ ഇതൊക്കെ? ഇപ്പൊ തന്നെ കടയിലേക്ക് ചാടി പുറപ്പെട്ടു വരേണ്ട വല്ല കാര്യമുണ്ടോ? വാ അങ്കിള്, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം.
എന്താ നോക്കി നിൽക്കുന്നേ? ഓ, ഓണറാണല്ലേ പ്രശ്നം. ചേട്ടാ നമസ്കാരം. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ, സുദർശൻ അങ്കിൾ. ഇന്ന് അങ്കിളിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. എന്നിട്ടാ ഇങ്ങോട്ട് ജോലിക്ക് വന്നത്. ഞാനിപ്പോ എത്തിയത് അങ്കിളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. അയ്യോ സാർ, സാർ ഇതിനെ ഇവിടെ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോയിക്കോളാം ഒറ്റയ്ക്ക്. കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അങ്കിൾ. അതുകൊണ്ട് വാ, ഇറങ്ങ. ആദ്യം നമുക്ക് ആരോഗ്യം, പിന്നെ മതി ഡ്യൂട്ടിയും കടയും ഒക്കെ. എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആ, ചേട്ടൻ പറഞ്ഞാലേ അങ്കിള് കേൾക്കും. അതുകൊണ്ട് പ്ലീസ് ഒരു പെർമിഷൻ. സുദർശൻ ചേട്ടാ, പോയിട്ട് വാ. ഒരാൾ വന്ന് ഇത്രയും നിർബന്ധിക്കുന്നില്ലേ? ആരോഗ്യമാണ് പ്രധാനം. ആ ചേട്ടൻ ചെല്ലേ, എനിക്കിവിടെ ഇപ്പം ബാബു ഉണ്ടല്ലോ. ആ, ഇനി വരാലോ അങ്കിളിന്. പെർമിഷനും കിട്ടി. വാ വാ വാ, വെറുതെ സമയം കളയല്ലേ. വാന്നേ സാർ. ചേടാ, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. സർ, ചായ. താങ്ക് യു. മാഡം, കോഫി. താങ്ക് യു. നജീബ് എന്താ പേടിച്ചുപോയോ? പേടിയൊന്നുമില്ല സർ. അല്പം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോ ഗ്ലാസ് എല്ലാം കൂടെ പൊട്ടി ചെറിയനെ. അത് സാരമില്ല, ഗ്ലാസ് അല്ലേ, നമുക്കത് വീണ്ടും വാങ്ങിക്കാം. സി, കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാൻ എല്ലാവരെയും പേടിപ്പിക്കും. ഇപ്പോഴും ഇയാൾ അതല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്. Come on, get me the ball. ശരി സർ. സാറിന്റെ കിക്കി. What did you say, Srilakshmi? Say it again. കിക്കി.
യാ കറക്റ്റ്. യു ആർ ഓസം ശ്രീലക്ഷ്മി. എന്റെ ബോളിന്റെ പേര് കണ്ടുപിടിച്ചു പറഞ്ഞല്ലോ. ഇത് ആക്ച്വലി കിക്കി അല്ല. കുട്ടിക്കാലത്ത് തന്നെ കിക്ഡ് എന്ന് പറഞ്ഞ് അത് കിക്കി ആയതാണ്. അല്ല, തനിക്ക് എങ്ങനെ മനസ്സിലായി ഇതിന്റെ പേര് കിക്കിയാണെന്ന്? ഹൂ ടോൾഡ് യു ദിസ് നെയിം? അറിയില്ല സർ, വെറുതെ അങ്ങ് പറഞ്ഞതാ. യാ, അതാണ് മാജിക്. കിക്കിയെ ഒരാൾ തൊടുമ്പോ തന്നെ പിടിയിട്ടും കിക്കിയുടെ പേര് കിക്കിയാണെന്ന്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ഗിവ് കിക്കി എ ബിഗ് ഹാൻഡ്. ഈ സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്നത് ശരിയാണോ? കടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനാരുത്തരം പറയും? ഇറ്റ്സ് നോട്ട് എ ജോക്ക് അങ്കിൾ. ഈ സീക്രട്ട് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ആറ്റം ബോംബ് പോലെ ഇപ്പൊ കിടക്കുന്നത്. അത് പൊട്ടാതിരിക്കണമെങ്കിലേ അങ്കിൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ അങ്കിളിന് എന്തെങ്കിലും പറ്റിയാ വീട്ടുകാർക്ക് ആകെ സങ്കടാവും. അതുണ്ടാകാതിരിക്കാനാ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാതെ ജോലിക്ക് പോയാൽ അത് ശരിയാവില്ലെങ്കിൽ നമ്മളല്ലേ നമ്മളെ സൂക്ഷിക്കേണ്ടത്. പ്രായം ഇത്രയായിട്ടും അങ്കിൾ അത് മനസ്സിലാക്കാത്ത എന്താ? ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ കാലത്ത് ആരാരെ സഹായിക്കാനാണ്? എന്നെ കുറിച്ച് മാത്രമല്ല, എന്റെ വീട്ടുകാരെ കുറിച്ച് പോലും ശ്രദ്ധയുണ്ടല്ലോ. പാവം, എത്ര നല്ല പയ്യനായവൻ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഉപദ്രവിക്കാനാണോ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇപ്പൊ പറയാൻ കഴിയുന്നില്ല. വിശദമായ പരിശോധന വേണ്ടിവരും. ഏതായാലും കുറച്ച് കരുതിയിരിക്കുന്നത് നല്ലതാ. ചില പ്രത്യേക പ്രകോപനം ഉണ്ടായാൽ അടി തരുമെന്നുള്ള കാര്യം ഉറപ്പാ. അല്ല ജ്യോത്സരെ, നമ്മളിപ്പോ ഇതിനെന്താ ചെയ്യേണ്ടത്? വല്ല പരിഹാരവും, പൂജയോ ദാനധർമ്മങ്ങളോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഗായത്രിയമ്മേ. ഇതിനും നമുക്കൊരു പരിഹാരം കണ്ടെത്താം. ഇവിടെ ഒരു പഴയ സ്വർണ്ണാഭരണ പെട്ടിയുണ്ടല്ലേ? ഉണ്ട്. അതിൽ ആഭരണങ്ങളോടൊപ്പം ഒരു ചിലമ്പും ഉണ്ടാവും. ഉണ്ട് ജ്യോത്സരെ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനി ഈ വീട്ടിൽ വേണ്ട. ഈശ്വര, നീ അത് മറന്നു തോന്നുന്നു. ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ. അതെ, കുറച്ചു ദിവസമായി കുഞ്ഞത് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഇതുവരെ ഒന്നും നടന്നു കണ്ടില്ല. ഇനിയും നമ്മൾ കാത്തിരുന്നാ ശരിയാവില്ല രവി. നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അവരോട് സംസാരിക്കണം. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചിലമ്പിന്റെ പൂജ നടക്കുകയല്ലേ,
അതിന്റെ പേരും പറഞ്ഞ് നമുക്ക് ശ്രീലക്ഷ്മിയെയും അവളുടെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് ക്ഷണിക്കാം. അവര് വരുമ്പോ സ്വീകരിച്ച് സൽക്കരിച്ച് നല്ല സാവകാശം എടുത്തു തന്നെ ആ കുട്ടിയുടെ വീട്ടുകാരോട് എല്ലാം സംസാരിച്ച് തീരുമാനിക്കാം. എന്തു പറയുന്നു നീ? സമ്മതമല്ലേ? എനിക്ക് വിസമ്മതമൊന്നുമില്ലമ്മേ. യുക്തി അനുസരിച്ച് അമ്മയ്ക്ക് തോന്നുന്നത് പോലെ ചെയ്തോളൂ. പിന്നെ ഇവിടെ ഇപ്പോ ബാലന്മാനുണ്ടല്ലോ ഒരു കാരണവരായിട്ട് നിൽക്കാൻ. ആ പട്ടം തന്നതിൽ വളരെ സന്തോഷം. പക്ഷെ ഞങ്ങൾ പരസ്പരം എന്തൊക്കെ സംസാരിച്ചാലും കുഞ്ഞും ആ കുട്ടിയും തമ്മിൽ സംസാരിച്ച് ധാരണയിലെത്തുന്നതാ പരമപ്രധാനം. ശരി ബാലമ്മ, അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ആലോചിക്കാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. സർ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സർ, സൺഡേയിലെ വീട്ടില് ഫാമിലിയോടൊപ്പം ഇരിക്കാറില്ല. ഇപ്പൊ വർക്കിംഗ് ഡേയ്സിലെങ്കിലും ഇത്രയും വലിയ ഓഫീസിൽ ഇരിക്കാതെ കുറച്ചു നേരം വീട്ടിൽ പോയിക്കൂടെ സർ? താങ്ക് യു ഫോർ യുവർ കൺസേൺ. പക്ഷേ ഞാൻ ഇപ്പോഴും എന്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഈ ഓഫീസിലുള്ള എല്ലാവരും എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് സെൻട്ര. ആൻഡ് യു ആർ എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എമംഗ് ദം. ഓ മൈ ഗോഡ്, താങ്ക്സ് എ ലോട്ട് സർ. സർ, ഒരുപാട് ചേഞ്ച് ആയെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ കരുതി അത്ര ചേഞ്ച് ആയിട്ടില്ല സർ. ദാറ്റ് സീംസ് സോ ഗുഡ്. ഏയ് നോ, ഞാൻ ആള് കുറെ മാറി സെൻട്ര. ഒരു 1.5 കിലോ കൂടിയപ്പോ. ഇന്നലെ വെയിറ്റ് നോക്കിയുള്ളൂ. നോ വേ. ഹെൽത്തിന്റെ കാര്യത്തിൽ ഇത്രയും കോൺഷ്യസ് ആയ സാറിന് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞ ഐ കാൻ ബിലീവ് ദിസ്. സാർ തമാശ പറഞ്ഞതായിരിക്കും. നോ, ഐ ആം സീരിയസ് സെൻട്ര. ലാസ്റ്റ് വീക്കിലെ എന്റെ ഹെൽത്ത് റിപ്പോർട്ട് നോക്കില്ല താൻ? സോറി സർ, ഐ ഡോണ്ട് റിമെമ്പർ. ജസ്റ്റ് എ സെക്കൻഡ് സർ. So you're correct, sir. I'm so sorry. എനിക്ക് വെയിറ്റ് കൂടിയതിന് താനെന്തിനാ സോറി പറയുന്നത്? കാരണമുണ്ട് സർ. കുറച്ച് ദിവസങ്ങളായി സാറിന്റെ ഷെഡ്യൂൾ ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ഇൻഫാക്ട് സാറിന്റെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിനും സാറിന്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏയ്, അതൊന്നും കുഴപ്പമില്ല സാൻഡ്ര, ഞാൻ നോക്കിക്കോളാം. By the way, Sandra, can you do a favor for me? Sure, sir. What's it? How common is heart attack in India? And what preparation should be taken? ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കണം. ആൻഡ് സെൻഡ് ടു മൈ മെയിൽ. But sir, heart attackനെ കുറിച്ചോ? ആർക്കാ സർ? എന്ത് പറ്റി സാറിന്? ഏയ്, ഒന്നുമില്ല. എനിക്കതിന്റെ ഇൻഫർമേഷൻസ് ഒന്ന് വേണം. That's all. Okay, sir. Done. രാജനന്ദിനി ഫാബ്രിക്സ് ആണോ? രാജനന്ദിനി ഫാബ്രിക്സ് ആണെങ്കിൽ അത് ശ്രീലക്ഷ്മിയുമായി ബന്ധപ്പെട്ടാണല്ലോ. അതിന് ഇത്രയും പഴയ ബോക്സ് എന്തിനാണ്? യമുനെ, ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യ്, കാണട്ടെ ഞാൻ. തുറക്ക് യമുനെ. രഘു പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ കാണാനിരിക്കുവായിരുന്നു ഞാൻ. പുതിയ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ എന്നോട് കൂടി ഒന്ന് പറയണം പ്ലീസ്. ഇവിടെ എല്ലാവരോടും മറുപടി പറഞ്ഞു മടുത്തിരിക്കുക ഞാൻ. എന്റെ കാര്യത്തിൽ നീ എന്ത് മറുപടി പറയാൻ? അത് മനസ്സിലായില്ല. അതല്ലേ എന്റെയും ചോദ്യം. ആൾക്കാരെല്ലാം വന്ന് നിന്റെ കാര്യം എന്നോടാണെന്നേ ചോദിക്കുന്നത്. നിന്റെ പേഴ്സണൽ സെക്രട്ടറി ഞാനാണെന്ന് അവരുടെ വിചാരം. നീ ഇതൊന്നും അറിയാത്തത്. ചോദിക്കാനും പറയാനും അതിലിപ്പോ ഇവിടെ എന്താ നടന്നത്? അത് മനസ്സിലായില്ല. അത് കൊള്ളാം. നിന്റെ വീട്ടിൽ ഒരു വിസിറ്റർ വന്നില്ലേ? അതാണ് ഇവിടത്തെ ചർച്ചാ വിഷയം. നിന്റെ വീട്ടിൽ വന്ന ആ ചെത്തുപയ്യൻ ആരാണ് എന്നതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അയാള് നിന്നെ കാണാൻ വന്നതല്ല എന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞതാ. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എടി പേരും കള്ളി, സത്യം പറ. ആൾക്കാരെക്കാൾ ടെൻഷൻ നിനക്കല്ലാതെ അറിയാൻ? ഓ പിന്നെ,
വലിയ കാര്യായി പോയി. നീ ആ കിണറിന്റെ അടുത്ത് പോയി ഒന്ന് നോക്ക്. അവിടെ പെണ്ണുങ്ങൾ കുടം കൊണ്ട് വരുന്നതേ വെള്ളം കോരാനല്ല. ഇപ്പൊ അവിടുത്തെ ചർച്ചാ വിഷയം ആ പയ്യന്റെ നിറവും ഉയരവും വന്ന കാറിന്റെ ബ്രാൻഡും ഒക്കെയാ. ഈ കണക്കിന് പോയ കോളനിക്കാർ എല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുമെന്നാ ഇപ്പൊ എന്റെ ഒരു സംശയം. വരട്ടെ കല്യാണം കഴിപ്പിക്കാൻ. എടി, ആരൊക്കെ ഇവിടെ വന്ന് ഏത് കാറിൽ ഇറങ്ങിയാലും എന്റെ രവിവർമ്മൻ സാറിനെ പോലെ ആവില്ല, മനസ്സിലായോ? ഈ ലോകത്ത് സൂര്യൻ ഒന്നേ ഉള്ളൂന്ന് പറയുന്ന പോലെ രവിചന്ദ്രവർമ്മൻ സാറിനെ പോലെ ഒരാള് രവിചന്ദ്രവർമ്മൻ സാർ മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? നിന്റെ അങ്ങേരെ കുറിച്ചുള്ള തള്ളലൊക്കെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇത്രയും സ്ലോ ആയാ ഇതെന്ന് എവിടെ ചെന്ന് അവസാനിക്കും? അതിന് മറുപടി പറയുന്നീ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന. കുറച്ച് സ്ലോ ആയാലും നടക്കുമ്പോ സ്ട്രോങ് ആയിരിക്കണം, അതാണ് ഞങ്ങളുടെ പോളിസി. ആ നമസ്കാരം, സച്ചിയാണ്. ഞാനങ്ങോട്ട് വരണോ? ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖമൊക്കെ? അയ്യോ, എനിക്ക് ഒരു കുഴപ്പമില്ല സാറ്. സാർ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ നോക്കിക്കോളാം ഇവിടെ. കൊറേ നോക്കും. അല്പം നടക്കാൻ പറ്റിയ അങ്കിൾ അപ്പ കടയിൽ പോകുമെന്ന് ഉറപ്പല്ലേ? എനിക്കറിയാം അങ്കിളിന്റെ സ്വഭാവം. ഒറ്റ ദിവസം കൊണ്ട് ഞാനത് മനസ്സിലാക്കിയതാ. അയ്യോ സാർ, ഞാൻ അങ്ങനെ ഒരു അധിക പ്രസംഗം കാണിക്കില്ല. ഞാനൊരു പാവ. ശരി, എന്നാൽ ഈ പാവം ദയവ് ചെയ്ത് ഒരാഴ്ച വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാട്ടെ. അല്ല, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ? അതൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ ഈ പാവത്താൻ? അതിനൊക്കെ ഇവിടെ എന്റെ മോള് ശ്രീലക്ഷ്മി ഉണ്ട് സാർ. മോളെല്ലാം സമയാസമയങ്ങളിൽ നോക്കിക്കോളും. ഏത് ഗുളിക എത്ര നേരം എന്നൊക്കെ എനിക്കറിയില്ലെങ്കിലും എന്റെ മോൾക്ക് കൃത്യമാണ്. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് ആള് ഗുളികയായിട്ട് എത്തിക്കഴിഞ്ഞു. സാർ ഒരു മിനിറ്റ്. ആരാച്ച ഫോണില്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സ്പെഷ്യൽ കസ്റ്റമറാ. ഞങ്ങളിപ്പോ ചങ് ഫ്രണ്ട്സ് ആയി. ആ സാർ പറഞ്ഞാട്ടെ. അപ്പൊ ഗുളിക കഴിച്ചു അല്ലേ? ഗുഡ്, മിടുക്കനായി പോയല്ലോ. താങ്ക് യു സാർ. ഏതായാലും എല്ലാ ചെറിയ കാര്യത്തിനും സാറ് ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടരുത്. സാറിന് ഒരുപാട് ജോലിയുണ്ടാവും. ഞാൻ കാരണം അതൊന്നും തടസ്സം വരാൻ പാടില്ല, അതുകൊണ്ടാ. അതെ, ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ജോലിയില്ല. എന്താണെന്ന് അറിയാമോ അങ്കിളിന്? എന്താ സാർ ജോലി? മനസ്സിലായില്ല. സിമ്പിൾ. എന്റെ ശ്രീലക്ഷ്മിക്ക് വേണ്ടി അടുക്കള പാത്രങ്ങൾ കഴുകുന്നു. സൗണ്ട് എഫക്ട്സ് കേൾപ്പിക്കാൻ ഞാൻ. അയ്യോ സാർ ഇതൊക്കെ ചെയ്യോ? ചെയ്തല്ലേ പറ്റൂ. ഇവിടുത്തെ ശ്രീലക്ഷ്മിയെ ഒരു ജഗജാല കില്ലാടിയാ. ഒരാളെ ജോലിക്ക് വെക്കാൻ പറഞ്ഞ കേക്കില്ല. ഈ വീട്ടിലെ ജോലിയെല്ലാം താൻ തന്നെ തനിയെ ചെയ്യുന്ന ഒരേ വാശിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സഹായിക്കാൻ ഇറങ്ങി, അത്ര തന്നെ. എത്ര വലിയ കഴിവുള്ള ആളാ, സമ്പന്നനുമാണ്. എന്നിട്ടും പാത്രം കഴുകുന്നു എന്ന് പറഞ്ഞാൽ. അല്ല, നീ ബിൽഗേറ്റ്സിന്റെ വേറൊരു അവതാരമാണെന്നൊക്കെ ഫോണിൽ പറയുന്ന കേട്ടല്ലോ. 4 പാത്രം എടുത്ത് പൈപ്പ് തുറന്ന് അതിന്റെ അടിയിൽ അല്പനേരം ഷോ കാണിച്ചിട്ട് വീട്ടുജോലി മുഴുവനും നീയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടു. അപ്പോഴേ ഇങ്ങനെ തന്നെയാണോ പൂനെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നിന്റെ വീടിന്റെ കിച്ചൺ സൂക്ഷിക്കുന്നത്? അയ്യോ മതി. എന്തിനാ ഈ ചാട്ടോന്നൊക്കെ എനിക്ക് മനസ്സിലായി. ശ്രീലക്ഷ്മിയുടെ ജോലിയിൽ ഞാൻ കൈകടത്തിയത് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ കാര്യം. സത്യം പറ. വിടന്നെ. നീ എത്ര നാളിത് തുടരാനാ നിന്റെ പ്ലാൻ? ഈ പാത്രം കഴുകുന്നതോ? അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ നിന്റെ പുതിയ ഫ്രണ്ട് ആ സുദർശനുണ്ടല്ലോ, അയാളുമായിട്ടുള്ള കൂട്ടുകെട്ട് എത്ര നാള് തുടരുമെന്ന്. അത് പിന്നെ ഇപ്പോ അദ്ദേഹത്തിന്റെ സർജറിയെ കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണമ്മേ. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. മനഃപൂർവ്വം അല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. നോക്ക്, നീ എന്റെ കാര്യങ്ങൾ പോലും നോക്കണ്ട എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കാൻ പോകുന്നേ?
ഇത് ശരിയാവില്ല സച്ചി. നീ കാണിക്കുന്നത് അനാവശ്യ കാര്യങ്ങളാ. അയ്യോ അമ്മേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അല്ലമ്മ, വൈകുന്നേരം ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയേ തീരുന്നുണ്ടോ? ഒരു കാര്യം ചെയ്താലോ, ഇന്ന് പൂജ നടക്കട്ടെ, അവിടെ വേറൊരു ദിവസം പോവാം നമുക്ക്. പറ്റില്ല. ആ വേറൊരു ദിവസം ഇന്നാ. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ വാക്ക് കേൾക്കണം നീ. നിന്റെ സൗകര്യം നോക്കി ഇനി ഒരു മുഹൂർത്തം കുറിക്കാനൊന്നും പറ്റില്ല ഇവിടെ. ഞാൻ പോയി എന്റെ മകന് പെണ്ണ് ചോദിച്ചിട്ട് വരും. അതേ ഇനി നടക്കൂ. പെൺമക്കളെ വളർത്തുന്ന കഷ്ടപ്പാടുകൾ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എന്നാ ആൺമക്കളെ പറയുന്നത് അനുസരിപ്പിച്ച് വളർത്താനുള്ള പ്രയാസം അതിനേക്കാൾ വലുതാ. നിന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പൂജ കഴിഞ്ഞ ശേഷം ഞാൻ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകും. അമ്മ പ്ലീസ്, എന്തിനാ ഇത്ര ധൃതി? എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്ന് എന്തിനാണ് അമ്മയ്ക്ക് ഇത്ര നിർബന്ധം? ആഹാ, എങ്കി ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ. നിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഉറച്ചൊരു തീരുമാനം എടുത്തോ നീ? പറഞ്ഞേ, കേൾക്കട്ടെ ഞാൻ. തീരുമാനം എടുത്തമ്മ, തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞു. സത്യമായിട്ടും? സത്യമായിട്ടും. അമ്മ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? സംശയമല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നീ തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെന്താ ഇപ്പൊ ഒരു തടസ്സം? അവൾക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം രവി. നീ അതിൽ ഇടപെടണമെന്നില്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ ഈ അവസ്ഥയിൽ അമ്മ അവിടെ പോയി സംസാരിക്കുന്നത് ശരിയാണോ? ഇത് അമ്മയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മ. പൂജകളുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാം. എന്താ രണ്ടാളും വഴക്ക്? അല്ല, വിവാഹ വാർഷികം പ്രമാണിച്ച് സ്പെഷ്യൽ വഴക്കൂടാൻ വല്ല ഉദ്ദേശമുണ്ടോ രണ്ടാൾക്കും? അയ്യോ, ഒരു ഉദ്ദേശമില്ലേ. ഞാനൊരു ഫോൺ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ഇവിടുത്തെ എന്റെ പിന്നാലെ വന്നേക്കണു. ഒരു 2 മിനിറ്റ് പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ മനുഷ്യനെ സമ്മതിക്കില്ലെന്നേ. ഓഹോ, അപ്പൊ അതാണ് സംഭവം. ദീപു, ഇന്ന് രണ്ടുപേരും ഇവിടെ നല്ല റൊമാൻറ്റിക് മൂഡിൽ കളിച്ചിരി പരിഭവം പറച്ചില നടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മള് വന്ന് അത് ശല്യം ചെയ്യാതെ നമുക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം. വന്ന് പോടി അവിടുന്ന്. അവളുടെ ഒരു കളിച്ചിരി പരിഭവം പറച്ചില്. അല്ല, നിങ്ങളെന്തിനാ വന്നത്? അത് പറ ആദ്യം. വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ. അങ്കിൾ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ആന്റി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു, സന്തോഷം. വെറുതെ ഈ അലങ്കാരം മാത്രം പോരാ. വൈകുന്നേരം കേക്ക് കട്ടിങ്ങനെ ഞങ്ങൾ വരുമ്പോ നിങ്ങൾ രണ്ടാളും ഓരോ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അയ്യോ ദീപു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തല്ലേ. പാട്ടും ഡാൻസും ഇവള് വേണമെങ്കിൽ ഇപ്പൊ തന്നെ റിഹേഴ്സൽ തുടങ്ങും. വൈകുന്നേരം മനുഷ്യനെ കൊല്ലാൻ. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യം വന്ന മരുന്നിനെടുക്കാൻ 1-2 ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തങ്ങ് തകർക്കും, അത്ര തന്നെ. അയ്യോ സരോജം, നീ വേണ്ടാത്ത പണിക്കൊന്നും പോവില്ലേ. ഇപ്പൊ തന്നെ ഞാനൊരു ഹൃദ്രോഗിയായി പോവും. ഏയ്, പറ്റില്ല 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 ആന്റി. അങ്കിൾ അങ്ങനെ പലതും പറയും. ആന്റി അത് കാര്യമാക്കരുത്. നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് തകർപ്പനൊരു ഡാൻസ് കളിക്കുന്നുള്ളത് ഉറപ്പാ. ആഹാ, 2 യുവമിഥുനങ്ങളും ഇവിടെ വന്നിരിക്കുകയാണല്ലേ. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി ഇവിടെയൊക്കെ നോക്കിയപ്പോ രണ്ടാളെയും കാണാനില്ലായിരുന്നു. അയ്യോടി മായേ, നിനക്കിന്ന് പോണല്ലേ. വൈകുന്നേരം കേക്ക് കട്ടിങ്ങിന് നീ ഇല്ലാത്തതാ ഒരു സങ്കടം. അതിന് മായിച്ച് സങ്കടപ്പെടണ്ട. മായിച്ചത് പീസും കൂടി ഞാനങ്ങ് കഴിച്ചോളാം. എന്താ അതുപോലെ? അയ്യടാ, അത് വേണ്ട. എന്റെ കേക്ക് കഷ്ണം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി. നാളെ എനിക്ക് കഴിക്കാനറിയാം. 2 പേരിന്ന് ലീവാ കുഞ്ഞമ്മ. എനിക്ക് പോയേ പറ്റൂ. വൈകുന്നേരം നിന്റെ കുഞ്ഞമ്മയുടെ വക ഡാൻസ് ഉണ്ട് മായേ. അത് കാണാൻ നീ ഇല്ലാത്തതാ അവൾക്ക് വല്ലാത്ത വിഷമം. ഡാൻസ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റുമോ? പിന്നീട് കാണാൻ പറ്റും ചിറ്റപ്പ. അതിനൊരു അടിപൊളി വഴിയുണ്ടിപ്പോ. ദീപു, നീ കുഞ്ഞമ്മയുടെ ഡാൻസിന്റെ വീഡിയോ ഒന്ന് എടുത്തു വെച്ചേക്കണേ. ഞാൻ വന്നിട്ട് കേക്കിന്റെ കൂടെ ഫ്രഷ് ആയിട്ട് കാണാം. ആഹാ, മായിച്ചി ബെസ്റ്റ് ഐഡിയ. ഉറപ്പായിട്ടും എടുക്കും. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ വാട്സപ്പ് ചെയ്ത് തരാം. ആഹാ, വെരി ഗുഡ്. അപ്പോ രണ്ടാൾക്ക് എന്റെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ പോയിട്ട് വരാം.
കൊള്ളാലോ, നൈസ് ആയിട്ടുണ്ട്. ഇതെന്തിനാ ഇങ്ങോട്ട് മാറ്റി വെച്ചേ? അവിടെ തന്നെ ഇരുന്ന പോരായിരുന്നോ? പൂജാരിയൊക്കെ വരുന്നതല്ലേ, ഇതാണ് സൗകര്യം. ഗോപി പൂ വാങ്ങിക്കൊണ്ട് വരുമ്പോ ഈ ആർച്ചിലൊക്കെ ഒന്ന് തൂക്കാനും പറ്റും. ചെറിയൊരു അലങ്കാരം, അത്രേ ഉള്ളൂ. ചെറിയ രീതിയിൽ മതിയെന്ന് ഞാൻ തന്നെയാ ബാലമ്മയോട് പറഞ്ഞത്. ഈ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ പൂജയല്ലേ, ഇതോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ. ബാലമ്മ, പൂജ നടത്താൻ തിരുമേനിയെ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വരാൻ പറഞ്ഞത്? അദ്ദേഹം ഇനി പഴയ വീട്ടിലേക്ക് എങ്ങാനും പോവോ? ഇല്ല ഗായത്രിയമ്മേ, സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് തന്നെ വരും. വരുമ്പോഴേക്കും ചെലമ്പ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഒരുക്കി വെച്ചാ മതി. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ചിലമ്പ് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ. യമുന, സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയില്ലേ സാറിന്? അതോ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? ലക്ഷ്മി, പറയുന്ന വിശ്വസിക്കൂ താൻ. സത്യമായിട്ടും ഞാൻ ആ ഡയലോഗൊക്കെ പഠിച്ചു വന്നതാ തന്റെ അച്ഛനോട് സംസാരിക്കാൻ. പക്ഷെ നമ്മുടെ വില്ലനെ കണ്ടപ്പോ എല്ലാം കൈവിട്ടുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോ അതിനി ഒരിക്കലും നടക്കില്ലെന്നാണോ? ഏയ്, സാറ് തമാശ പറയുന്നല്ലേ ഇതെല്ലാം? എന്ന് ഞാൻ പറയട്ടെ എന്താ നടന്നെന്ന്. അതിന് എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാ മതി. സാർ ആ വെയർ ഹൗസ് പ്രോപ്പർട്ടിയുടെ പേരിൽ വല്ലാത്ത ടെൻഷനിലാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് തൽക്കാലം നമ്മുടെ കല്യാണക്കാര്യം സാർ അച്ഛനോട് സംസാരിക്കാത്തത്. എന്താ, അതല്ലേ ശരി? സത്യം പറയേ. അതെ, അത് തനിക്കെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. അതൊക്കെ എനിക്ക് മനസ്സിലാവും സർ. ഞാനേ രവിവർമ്മന്റെ പെൺകുട്ടിയാ. അല്പം ഓവർ സ്മാർട്ട് ആണെന്ന് കരുതിക്കോ. അതെ ശ്രീലക്ഷ്മി, അതെ. ആ സ്ഥലം എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതാൻ തനിക്ക്. സത്യം? ട്രസ്റ്റ് മീ, എവറിത്തിങ് വിൽ ബി ഫൈൻ സൂൺ. യെസ് സർ, ഐ ട്രസ്റ്റ് യു. അപ്പോ ആ വിഷയം കഴിഞ്ഞു. എനിക്ക് കേക്ക് വാങ്ങാനുള്ള ഡ്യൂട്ടിയാ. ബൈ സർ, ഞാൻ പോവാ. ഉടനെ ഇരുട്ടും. ശരിയെങ്കിൽ തമ്പാ, ഞാൻ തന്നെ കാറിൽ വിട്ടുതരാം കേക്ക് ഷോപ്പിലേക്ക്. അതിനുള്ള സമയം ഉണ്ടാവോ സാറിന്? പൂജയിൽ പങ്കെടുക്കണ്ടേ? പിന്നെന്താ, തന്റെ കേക്ക് വാങ്ങിച്ചിട്ട് മതി എന്റെ വീട്ടിലെ പൂജ. തമ്പാ, കമാ. വെറുതെ പറഞ്ഞാ പോരെ. പൂജ സമയത്ത് കൃത്യമായി എത്തണം. അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ശരിയമ്മ, കൃത്യമായിട്ടെത്തും, വൈകില്ല. ശരി, എന്നാ ഞാൻ ഫോൺ വെക്കുക. ശരിയമ്മ. സോറി സർ, എന്നെ കാരണം സർ ഒരുപാട് താമസിച്ചു. ഇപ്പൊ നേരെ സന്ധ്യയാവും. അത് കുഴപ്പമില്ല. തനിക്ക് കേക്ക് കിട്ടി, സന്തോഷമായില്ലേ? അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സാറും കൂടി വീട്ടിലേക്ക് വരൂ. അമ്മയ്ക്കും അച്ഛനും സാറിനെ കാണുമ്പോ ഒരുപാട് സന്തോഷാവുമായിരുന്നു. പ്ലീസ്. സോറി ശ്രീലക്ഷ്മി, ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തത് താൻ കേട്ടതല്ലേ, അതുകൊണ്ട് പോയേ പറ്റൂ. ആ, തനിക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോര്, അതാണ് കൂടുതൽ നല്ലത്. വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് സർ. പക്ഷേ സാറൊരു കാര്യം ചെയ്യോ? വീട്ടില് വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. വരാൻ ഞാൻ റെഡിയാ. ശരി, നമുക്ക് ആലോചിക്കാം. അല്ല, ഇപ്പൊ നമ്മളുടെ വില്ലൻ എങ്ങനെ ഇരിക്കുന്നു? കടയിലൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? ഇല്ല സർ. അതെ, താൻ കഴിയുന്നത്ര അദ്ദേഹത്തിന്റെ ഒപ്പം സമയം ചെലവഴിക്കണം. അതൊരു മസ്റ്റാണ്. ആഹാ, ഇപ്പൊ എന്നെക്കാളും അച്ഛന്റെ കാര്യത്തില് സാറിനാണല്ലോ കൂടുതൽ ശ്രദ്ധ. എന്ന് പറഞ്ഞ തൽക്കാലം വേറൊരു പ്രോപ്പർട്ടി വിഷയം സോൾവ് ആകുന്നവരെ തന്റെ അച്ഛൻ അധികം ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. മനസ്സിലായി സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. തനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ആ ആള് നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ദിവസം നിങ്ങൾ ശ്രീയുടെ അച്ഛനെ പറ്റി സംസാരിച്ചെന്നോ? അതെന്തായിരുന്നു എല്ലാ ദിവസവും സംസാരിക്കാൻ? ആന്റി, അതായത്
ഞാനിവരുടെ കടയിലെ സ്പെഷ്യൽ കസ്റ്റമർ അല്ലേ. എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയാണെങ്കിൽ ഇവരുടെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാ നമ്മുടെ വീട്ടിൽ അങ്കിളിനെ പറ്റിയും അങ്കിളിന്റെ കടയെ പറ്റിയും സംസാരം നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ അമ്മ ശ്രീലക്ഷ്മി, സാരി കമ്പക്കാരിയാ. അത് ഞാൻ നേരത്തെ പറയണോന്ന് കരുതിയതാ. ഈ മാഡത്തിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതേ സാറിന്റെ ചേച്ചിയാണെന്നാ. അയ്യോ ആണോ? ഹലോ ചേച്ചി, ഗ്ലാഡ് ടു മീറ്റ് യു. ചേച്ചിയായാലും അമ്മയായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ആ, നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മി ഇപ്പൊ എത്തും കേട്ടോ. ആള് കേക്ക് വാങ്ങാൻ പോയിരിക്കുക. അവള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്തായാലും പോകാവൂ, എത്ര സമയമായാലും. ആ, എന്റെ മോളെ സാറിന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ മുൻപേ വിചാരിച്ചിരുന്നതാ. ഈ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാത്രല്ല ഇത്രയും ക്ലോസ് ആയിട്ട് ആരോടും ഇടപെടുന്ന കണ്ടിട്ടില്ലല്ലോ. നീ എന്താ സരോജം വിളിച്ചു നോക്കിയേക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല. ഞാനേ സാറിനെ കോളനിയിലെ മഴക്കുഴി എടുക്കാൻ വന്ന എഞ്ചിനീയറാന്ന് വിചാരിച്ചില്ലേ, അതോർത്തതാ. ഒന്നും വിചാരിക്കല്ലേ സാറേ, അയാ സോറി കേട്ടോ. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. ഓർമ്മയുണ്ടല്ലോ, പണ്ടൊരിക്കൽ വർമ്മൻ ഗ്രൂപ്പിന്റെ മുതലാളി സാക്ഷാൽ രവിചന്ദ്ര വർമ്മ സാറിനെ കൊണ്ട് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യിച്ച മോളാ നീ. അപ്പൊ പിന്നെ ഇവര് മഴക്കുഴി എടുക്കാൻ വന്നവരാണ് തെറ്റിദ്ധരിച്ചതില് എനിക്ക് ഒരു അതിശയം തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സംസാരിച്ചോണ്ടേയിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ, അത് തന്നെ. മാഡത്തിന്റെ ജോലി? അത് ശരി, അപ്പോ ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഞാൻ ടീച്ചറാ, മാത്സ് ടീച്ചർ. ഓ, അത് ഞാനങ്ങ് മറന്നുപോയല്ലോ. വെറും മാത്സ് ടീച്ചർ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മാത്സ് അങ്ങ് അപ്ലൈ ചെയ്ത് കളയും. ഇരിക്കുന്നതിലും നിൽക്കുന്നതിലും നടക്കുന്നതിലും എല്ലാത്തിലും. ഒന്ന് പോടാ അവിടുന്ന്. താങ്ക് യു. താങ്ക് യു. അമ്മ മാത്സ് ടീച്ചറാണെങ്കിൽ മോനും വലിയ ബുദ്ധിമാനായിരിക്കുമല്ലോ. പിന്നെ അതിനെന്തത്ര സംശയം? ഈ സാറ് ചായ ഉണ്ടാക്കും, വിമാനം ഓടിക്കും, വലിയ ആളല്ലേ. അല്ല, ആരാ ഈ വന്നിരിക്കുന്നെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഗുഡ് ഈവനിങ് മാം. ഞാനും പ്രതീക്ഷിച്ചതല്ല ഇവിടെ കയറി വരുമെന്ന്. പിന്നെ എന്താണ് വന്നതെന്ന് വെച്ചാ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണല്ലോ. പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. ദാറ്റ്സ് ഹൗ ലൈഫ് ഗോസ് ഓൺ. വെരി ഗുഡ്. സാന്ദ്ര മാഡം കമ്പനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനോടൊപ്പം ഫിലോസഫി ക്ലാസ് കൂടി എടുക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിവേസ്, യു ലുക്ക് ഗുഡ്. താങ്ക് യു മാം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ആക്ച്വലി ഞാൻ വന്നത് ഒഫീഷ്യലായിട്ടല്ല, ഞാൻ ക്ഷണിച്ചിട്ടാ. ഹലോ അമ്മ. നമസ്കാരം. നമസ്കാരം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. യു ആർ ഓൺ ടൈം. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിലും ഡിസിപ്ലിന്റെ കാര്യത്തിലും സാന്ദ്രയെ കഴിഞ്ഞ് നമ്മുടെ ചേട്ടായി പോലും ഉള്ളൂ. യു ആർ ഓസം. താങ്ക് യു സർ. രവിവർമ്മൻ സർ? രവി വരുന്നതേ ഉള്ളൂ. സന്ധ്യയ്ക്കാ പൂജ തുടങ്ങുന്നത്. മോള് വാ, നമുക്ക് ഒരുക്കങ്ങളൊക്കെ കാണാം. അമ്മ, യു ലുക്ക് ഗോർജിയസ് ഇൻ ദിസ് ഡ്രസ്. നല്ല അസല് തറവാട്ടമ്മ. സന്തോഷം. മോളി വീട്ടിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്? അതെ അമ്മ. രാജനന്ദിനി വിലാസ് എന്ന ഓഫീസ് ഫയലുകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനൊരു വീടാണെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ആക്ച്വലി ഈ വീട് ഇപ്പോ പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കിയതാ. പണ്ട് ഇതൊരു അസൽ തറവാടായിരുന്നു. ആ പഴമയൊക്കെ പോയി, ഇപ്പൊ പുതിയതായി. അതാണ് വ്യത്യാസം. വീട് പഴകിയാൽ പുതുക്കണം. പുരാവസ്തുവായിട്ട് സൂക്ഷിക്കാനല്ലോ, താമസിക്കാനല്ലേ വീട്. അത് എക്കാലവും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. എന്നാലേ ഉപയോഗിക്കാൻ പറ്റൂ, അല്ലേ മോളെ? അതെ അതെ. പക്ഷേ ചില മനുഷ്യര് നേരെ തിരിച്ചാണമ്മ.
കാണുമ്പോ പുറമെ അപ്ഡേറ്റഡ് ആൻഡ് മോസ്റ്റ് മോഡേൺ ഗെറ്റപ്പിലൊക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ ഇപ്പോഴും 2 നൂറ്റാണ്ട് പിന്നിലാ. ടീച്ചറെന്ന് നിക്കുന്നേ. ഇരുന്നാട്ടെ. ചേട്ടന്റെ മോള് സുന്ദരിയാട്ടോ, നല്ല രസമുണ്ട്. ദൈവാനുഗ്രഹം. ടീച്ചറിന്റെ മോന് നല്ല സ്മാർട്ടാ. അതെ അതെ. എന്റെ മനസ്സിലും ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ചേട്ടനും വിചാരിക്കുന്നെന്ന് തോന്നുന്നു. പക്ഷേ ആരാദ്യം സംസാരിച്ചു തുടങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലേ? അതെ അതെ, എങ്ങനെ തുടങ്ങണമെന്ന് ഞാനും ചിന്തിക്കുകയായിരുന്നു. അപ്പൊ മാഡം തുടങ്ങി വെച്ചു. അതെ, നല്ല പെൺകുട്ടികളെ കാണുമ്പോ അതിലാരാണ് എന്റെ മരുമോളെന്നാ എന്റെ നോട്ടം. നേരത്തെ ചേട്ടൻ മകളുടെ കാര്യം പറഞ്ഞപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞതാണോന്ന് ചോദിക്കണോന്ന് തോന്നി. പിന്നെ അങ്ങ് മടിച്ചു. ഇപ്പോ മകളെ നേരിട്ട് കണ്ടപ്പോ സംസാരിക്കുന്നതിൽ തെറ്റില്ലാന്ന് മനസ്സിലായി. ഇനി ആലോചിച്ചിട്ട് ചേട്ടൻ പറ, നമുക്കിതങ്ങ് ആലോചിച്ചാലോ? സാന്ദ്ര എന്താ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നത്? എവിടെയെങ്കിലും പോവാനുണ്ടോ? ഇനി അതൊരു അപ്പോയിന്റ്മെന്റ്സ്? ഇല്ല മാം, രാത്രിയായില്ലേ. രവിവർമ്മൻ സർ ഇതുവരെ വന്നില്ലല്ലോ, അതാ സമയം നോക്കിയത്. ഓ, അത് കൊള്ളാം. സമയം നോക്കിയ ബ്രദറിലോ വരുമോ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഏയ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സമയത്തിന് അവൻ എത്തിച്ചേരുമെന്ന് രവിയെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതാ സാന്ദ്ര. അവൻ വരും ഉടനെ തന്നെ. സാറാ ശ്രീലക്ഷ്മിയോടൊപ്പം ചുറ്റാൻ പോയി കാണും. അതാ ഇങ്ങനെ ഡിലേ ആവുന്നത്. ഓ മൈ ഗോഡ്, ഇനി അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വരുമോ? അമ്മ, ഞാൻ രാജാറാം സാറിനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതാ വരുന്നേ. എക്സ്ക്യൂസ് മീ. സോറി, വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഈ കൂടിക്കാഴ്ച നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കുക. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് us. നോട്ട് അറ്റ് ഓൾ സർ. അല്ലെങ്കിൽ തന്നെ അമ്മയെ കണ്ടിട്ട് ഞാൻ കുറെ നാളായി. എന്നെ മറന്നുപോയി കാണുമോ എന്തോ. മറക്കൊന്നുമില്ല. എന്നാ പിന്നെ ഡോക്ടർ വരും, നമുക്ക് അകത്തേക്ക് പോവാം. അമ്മയൊന്ന് തല കാണിച്ചിട്ട് നമുക്ക് പിന്നീട് സംസാരിച്ചാൽ മതിയല്ലോ. ഓക്കെ, ശരി സർ. പ്ലീസ്. സോറി, അത്യാവശ്യം കുറച്ച് പണിയുണ്ടായിരുന്നു. കുറച്ച് മീൽസ്, അതാ വൈകിയത്. അയ്യോ, നിനക്കിത് വേണം. എന്തിനാ ആ കുട്ടിയെ നീ കളിയാക്കി ചിരിച്ചത്? ദൈവം തന്ന ശിക്ഷയാ. അനുഭവിച്ച മോളെ, സച്ചി സാറിന് അല്പം വെള്ളമൊഴിച്ചോട്. ചെല്ലേ. വരൂ. ഇങ്ങിതാ. അച്ഛനെ നിങ്ങക്ക് എങ്ങനെയാ പരിചയം? നിങ്ങളെ പറ്റി അച്ഛൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അല്ല, അത് പിന്നെ ടെക്സ്റ്റൈൽസിൽ വെച്ചുള്ള പരിചയം. അല്ല, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വീട്ടിൽ വന്നാലും മെയിൽസ് നോക്കലും റീപ്ലൈ ചെയ്യലും ഒക്കെ വേണ്ടി വരുമല്ലേ? അതെ. തുടക്കാൻ ടവൽ എടുക്കട്ടെ? ഏയ് വേണ്ട, കർച്ചീഫ് ഉണ്ട്. കൊള്ളാം, നൈസ് ഹൗസ്. മുമ്പുണ്ടായിരുന്നതുപോലെ ഒരു പലേഷ്യസ് ഹൗസ് അല്ലെന്നേ ഉള്ളൂ. എല്ലാ ഫെസിലിറ്റീസും ഇതിനുണ്ട്. 3 ബാൽക്കണികൾ ഉൾപ്പെടെ.
ഗോഡ്, ഇതെന്താ ഇതിനിടയിൽ ഒരു മെറ്റൽ ബോക്സ്? മൈ ഗുഡ്നസ്, രാജനന്ദിനി ഫാബ്രിക്സ്. ദാറ്റ് മീൻസ് ഇത് നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ? യാ, ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക ഇവിടെ. ശ്രീലക്ഷ്മിക്കോ? ബട്ട് വൈ? ഈ പഴയ വീട്ടിലെ പഴയ ബോക്സ് എന്തിനാ ശ്രീലക്ഷ്മിക്ക് കൊടുക്കുന്നത്? ശ്രീലക്ഷ്മി അല്ലേ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. സോ ഇറ്റ് ബിലോങ്സ് ടു ഹെർ. ദാറ്റ്സ് ഓൾ. സോറി സന്ത്ര, ജസ്റ്റ് എ സെക്കൻഡ്. ഹലോ, ആ പറഞ്ഞോളൂ. ഓ, അത് ശരി. നേരത്തെയുള്ള വീട്ടിലത്തെ പോലെ ഈ വീട്ടിൽ ഒരു സീക്രട്ട് മുറി കാണുന്നുണ്ട്. പ്ലസ് ഇവിടെ ഈ തകരപ്പെട്ടി. രവിവർമ്മൻ സർ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. ആ മുറിയിലും ഈ പണ്ടോറാസ് ബോക്സിൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞിരുന്നില്ലേ, മിസ്റ്റർ രവിചന്ദ്ര വർമ്മൻ, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഓ, അദ്ദേഹത്തോടൊപ്പം പാനൽ മീറ്റിംഗിൽ ഞാനും സംസാരിക്കുന്നുണ്ട്. ഐ എം നോട്ട് പ്രിപ്പയർഡ്. അതാണ് ഒരു ടെൻഷൻ. ഓ, എന്ത് ടെൻഷൻ? എനിക്ക് രവിചന്ദ്ര വർമ്മന്റെ കാര്യം ഒന്നും കേക്കണ്ട. നീ ശ്രീലക്ഷ്മിയെ പറ്റി പറയേ, അതാ എനിക്ക് കേക്കണ്ടേ. ഗുഡ് മോർണിംഗ്. നമ്മള് ഡേ ഡ്യൂട്ടിക്കാര് പോവാൻ റെഡിയായപ്പോ നൈറ്റ് ഡ്യൂട്ടിക്കാര് തിരികെത്തിയല്ലോ. നമ്മുടെ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയല്ല ചിറ്റപ്പ. പോകാതിരിക്കാൻ പറ്റുമോ? ആ, നീ ഇരിക്കടി. ദാ എടുത്തു കഴിക്ക. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. വേണ്ട കുഞ്ഞുമ്മ, ഞാൻ എടുത്ത് കഴിച്ചോളാം. നീ ഇവിടെ ഇരിക്കുമെണ്ണേ, ക്ഷീണിച്ചു വന്നതല്ലേ. ആ, മയച്ചി എത്തിയോ? ആ, രവി സാറിന്റെ അമ്മയാണല്ലോ. ആ അമ്മേ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് മോളെ. ഇന്നലത്തെ കാര്യത്തിന് സോറി. അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികത്തിന് പ്രസാദവുമായി വരാന്ന് പറഞ്ഞെങ്കിലും വരാൻ സാധിച്ചില്ല. ഇവിടെ പൂജ കഴിഞ്ഞപ്പോ വൈകിപ്പോയി, അതുകൊണ്ടാ. ഏയ്, അത് സാരല്ല അമ്മേ. അത് പറയാനാണോ അമ്മ ഇപ്പൊ വിളിച്ചത്? ഏയ്, അത് മാത്രമല്ല, ഞാൻ വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനാ. എന്താ അമ്മേ, പറഞ്ഞോളൂ. ഇവിടെ വീട്ടിൽ വെച്ച് പൂജിച്ച ഒരു ചിലമ്പ് കുളങ്ങര ദേവിയുടെ അമ്പലത്തിൽ സമർപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നാളെ കുളങ്ങര അമ്പലത്തിലേക്ക് പോവാ. മോള് അച്ഛനെ അമ്മയും കൂട്ടി അങ്ങോട്ടൊന്ന് വരണം. അത് പറയാൻ അമ്മ ഇപ്പൊ വിളിച്ചത്. അച്ഛനും അമ്മയും അവിടെ ഉണ്ടെങ്കിൽ ഫോൺ കൊടുക്ക. ഞാൻ അവരോട് നേരിട്ട് സംസാരിക്കാം. വേണമെന്നില്ല അമ്മേ, ഞാൻ തന്നെ അവരോട് പറയാം. നാളെ വൈകുന്നേരല്ലേ, ഞങ്ങള് വരാം അങ്ങോട്ട്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫുൾ സപ്പോർട്ടും പ്രതീക്ഷിക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാറിനെ പോലുള്ളവരാ എന്റെ ഇൻസ്പിറേഷൻ. ആക്ച്വലി ഐ അപ്ലൈ മെനി ഓഫ് യുവർ ഐഡിയാസ് ഇൻ ടു മൈ ബിസിനസ്. ഓ,
അതെല്ലാം സക്സസ്സും ആണ്. ഇന്നിപ്പോ സാറിനെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഐ എം ഓൾസോ ഹാപ്പി മിസ്റ്റർ സച്ചിൻ. നിങ്ങളെപ്പോലുള്ള യങ് ടാലന്റ്സ് ബിസിനസ് ലോകത്തിനൊരു മുതൽക്കൂട്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം ദെയർ ഫോർ എനി സപ്പോർട്ട്. എന്താണെന്ന് പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് മീ സർ, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കോള. ആ ശ്രീലക്ഷ്മി പറയൂ. നീ ഇതെവിടെയാ? മീറ്റിംഗ് ഒന്നും കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു സ്പെഷ്യൽ പേഴ്സന്റെ അടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ശ്രീലക്ഷ്മി? നമുക്ക് പിന്നീട് സംസാരിച്ചാലോ? ഐ ആം ലിറ്റിൽ ബിറ്റ് ബിസി നൗ. ഒരു ലിറ്റിൽ ബിറ്റും ഇല്ല. ഞാൻ ചോദിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യ, കല്യാണക്കാര്യം. യെസ് ഓർ നോ? ഇപ്പൊ അറിയണോ എനിക്ക്? പറയേ, എന്താ നിന്റെ ഉത്തരം? അത് പിന്നെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ ശ്രീലക്ഷ്മി, പ്ലീസ്. എന്നുവെച്ചാ യെസ് എന്ന് തന്നെയാണോ നീ ഉദ്ദേശിക്കുന്നേ? അയ്യോ എന്റെ അമ്മേ പ്ലീസ്. ഞാൻ പിന്നെ പറയാന്ന്. ഐ എം ബിസി നൗ. ബൈ. എടാ സോറി സർ, ഐ എം സോറി. എന്താ എമർജൻസി ആണോ? ഏയ് ഇല്ലില്ല. സാറിനറിയാലോ ഈ അമ്മമാരുടെ സ്വഭാവം. വാത്സല്യം കൂടിപ്പോയാ ഒരേ കുഴപ്പം. വാത്സല്യ കുഴപ്പം. അപ്പോ ശ്രീലക്ഷ്മി സച്ചിയുടെ അമ്മയാണല്ലേ? ഓ, ഇപ്പോഴാ ഓർത്തത്. ആ പേരിലല്ലേ സച്ചി 5 ലക്ഷം രൂപ നമ്മുടെ ഗായത്രി ദേവി ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? യെസ് സർ. വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. സർ, സത്യം പറഞ്ഞ ആ ട്രസ്റ്റിലൂടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങളാണ് സാറിനോട് നന്ദി പറയേണ്ടത്. താങ്ക്സ്.